ഓക്കെ, അപ്പം നയനയുടെ ആ ബോൾസ് കൊണ്ടിട്ട് രണ്ടാമത്തെ ക്യാൻ വീഴ്ത്താനുള്ള ശ്രമത്തിലാണ്. 8 ക്യാൻ വീഴ്ത്തണം. സമയം 60 സെക്കൻഡ് ആണ്. ഇപ്പോൾ ഓൾറെഡി 35 സെക്കൻഡ്സ് ആണ് ബാക്കിയുള്ളത്. നയന, കം ഓൺ. Your game is fail. പാടുള്ള ഗെയിമാണോ? ഇതെന്റെ ഫേവറേറ്റ് ഗെയിം ആയിരുന്നു. ഫേവറേറ്റ് ഗെയിമാണോ? പിന്നെ എന്ത് പറ്റി? അറിയില്ല, ഞാൻ വിചാരിച്ചു ഭയങ്കര ടഫായിട്ടുള്ള ഗെയിം ആയിരിക്കും എന്ന്. പിന്നെ നമുക്ക് ടൈം കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യണോ നയന? എനിക്ക് അങ്ങനെ ഒരു സംശയം. കാരണം നമ്മൾ ഒരു ക്യാനിന് എത്ര സെക്കൻഡ് വെച്ച് കൊടുക്കാൻ പറ്റും? 60 സെക്കൻഡ് സമയം ഉണ്ടെങ്കിൽ. മാത്തമാറ്റിക്സിൽ നല്ലതാണോ? വെരി പോർ. 8 × 8 64 ആണ്. അപ്പോൾ ഒരു 8 സെക്കൻഡ് പോലും ഇല്ല നമുക്കൊരു ക്യാനിനെ തട്ടിയിടാൻ. അപ്പോൾ ഇത്രയും ചെയ്ത് വന്ന് ക്യാൻസ് ഓരോന്നായിട്ട് വീഴ്ത്തണം. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ഫാസ്റ്റ് ആവണം തോന്നണം അല്ലേ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ബുദ്ധിമുട്ട് കുറവുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെന്ത് പറ്റി സംഭവം? സമയം കുറെ കൂടെ കീപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് കസിനോട് ചോദിക്കാം. ആളാണ്, ആമ്പിള്ളേരാണല്ലോ ഗെയിമിന്റെ ആളുകള്. എന്തോന്ന് ചേച്ചി, എന്ത് ചെയ്തിട്ടാണ് ഇവിടെ പ്രശ്നം പറ്റിയത്? പുള്ളി ടെൻസ്ഡ് ആണ്, അതുകൊണ്ടാ. ഹാപ്പി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ്, ഹാപ്പി ആക്കണമെങ്കിൽ നമുക്ക് മാഷിനെ ഒന്ന് ഇവിടെ കൊണ്ടുവരാം. മാഷിനെ 2 ഡാൻസിന് സ്റ്റെപ്പ് പഠിപ്പിക്കോ? വേറെ ദിവസമാവും. ദക്ഷിണയൊക്കെ വേണം അങ്ങനെയല്ലേ? ഫീസ് തരാതെ വേണ്ട. പക്ഷെ നമ്മളെ ഫീസ് തരാതെ പഠിപ്പിക്കാൻ ഇവിടെ നയനയുണ്ട്. നയന, എന്നെ 2 സ്റ്റെപ്പ് പഠിപ്പിച്ചേ നയന. ഇത് നയനൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഡാൻസ് പഠിക്കാനുള്ളതല്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പഠിക്കുക. ക്ലാസിക്കൽ മതി. എൻ്റെ ഡ്രസ്സിന് ക്ലാസിക്കലേ ചേരുള്ളൂ. ഓക്കെ, ഈ ഡ്രസ്സിന് പക്ഷേ ക്ലാസിക്കൽ ചേരില്ല. പഠിപ്പിച്ചോളൂ, കുഴപ്പമില്ല, ഞാൻ കളിക്കാം. കൈ വരണോ? വേണമെന്നില്ല. അത്രയ്ക്ക് ക്ലാസിക്കൽ വേണോ? ചിലപ്പോ എല്ലാരും ഞെട്ടും ഇന്ന് എന്റെ ഡാൻസ് കണ്ട്. ഓക്കെ, അത് വേണ്ട. സ്റ്റെപ്പ്, ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ്. 1 2 3. ഓ 3. എന്റെ 2 ഫാൻസ് വിട്ടിരുന്ന് കൈയടിക്കുന്നുണ്ട്. അപ്പൊ ഭാവിയിൽ സൗദിയിലൊക്കെ പോയി ചിലപ്പോ നയനയും ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു എന്ന് വരും. സാറ് ഇങ്ങനെ ദക്ഷിണയൊക്കെ ചോദിച്ച് മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ ഗൗരവത്തിലാക്കിയാൽ ആള് പോയിട്ട് ഫ്രീ ആയിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ നയന, സോ സ്വീറ്റ് ഓഫ് യു. അപ്പൊ നയനയ്ക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. ബ്രദർ പറഞ്ഞതുപോലെ ആള് ടെൻഷൻ അടിച്ചിട്ടാണ് ഇതൊക്കെ പറ്റിയത്. സോ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ആവണം കേട്ടോ കളിക്കാൻ. ഈ ഹോൾ സംഭവം ടെക്നിക്ക് കൊള്ളാം, പക്ഷെ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട്, കറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ വേഗതയിൽ കളിക്കുക. കാരണം നമ്മുടെ അടുത്ത് 60 സെക്കൻഡ് സമയമുള്ളൂ. നമുക്ക് ജയിക്കാനുള്ളത് 1 ലക്ഷം രൂപയാണ്. നയന നഷ്ടപ്പെടുത്തിയത് 2 ലൈഫും. പുലിവാല് നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. പുലിവാല് നമ്മളെ പിടിക്കാൻ പാടില്ല, നമ്മൾ പുലിയുടെ വാല് പിടിക്കണം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് യു നയന. 3ാമത്തെ ട്രയലിൽ നയന ഇത് ക്രോസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ 2 പേരും കൂടെ ഒരുമിച്ച് ഡാൻസ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഓൾ ദി ബെസ്റ്റ് ടു യു. ഓൾറൈറ്റ്.